ലൈവിൽ ക്യാപ്റ്റന്മാരെ മൂന്നെണ്ണത്തിനും കൂടെ അടിച്ചൊതുക്കിയിരുത്തിയിരിക്കുകയാണ് നൂറ. ഇവരർഹിക്കുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അനുമോളുടെ അടുത്ത് കളിക്കുന്നത് പോലെ ഇവർക്ക് നൂറയുടെ അടുത്ത് കളിക്കാൻ പറ്റത്തില്ല. നൂറ അങ്ങനെ എപ്പോഴും ഒന്നും എല്ലാത്തിലും ഇടപെടത്തില്ല. പക്ഷെ നൂറയ്ക്കൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ നൂറ അത് നല്ല വൃത്തിക്ക് പറയുകയും ചെയ്യും. അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയും ചെയ്യും. നെവിൻ പോലും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്ന്. നൂറയുടെ അടുത്ത് വന്നിട്ട് അക്ബർ ക്ലീനിങ്ങിൻ്റെ കാര്യം ക്ലീൻ ചെയ്യാനൊക്കെ പറയുമ്പോൾ നൂറ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അക്ബർ ഇങ്ങനെ ഓർഡർ ഇടുന്ന പോലെ പറഞ്ഞത് നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇവർക്ക് കൃത്യമായിട്ട് ഇവർ ഫുഡ് കൊടുത്തില്ല. ഇത് 2 നേരെ കൊടുത്തിട്ടുള്ളൂ. 6:30-ക്ക് ശേഷം ഇവർ ഭക്ഷണം കഴിച്ചു. അതായത് ക്യാപ്റ്റന്മാരൊക്കെ ഭക്ഷണം കഴിച്ചു, എടുത്തു വെച്ചിരുന്ന എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു. രാവിലെ ആയിക്കോട്ടെ, ഇവരെ വിശന്നിരുന്നിട്ട് പോലും ഇവർക്ക് പറഞ്ഞിട്ട് പോലും അവർ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പാലും മറ്റേ ബ്രെഡും ഒക്കെ എടുത്ത് കഴിച്ചിട്ടും ഇവരെ വിശന്നിരുത്തിപ്പിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നൂറ പറഞ്ഞു, എനിക്ക് ക്ഷീണമാണ്, ഞാൻ ജോലി ചെയ്യില്ല, എൻ്റെ മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കത്തില്ലെന്ന് നൂറ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ അക്ബറും ആര്യനും നെവിനും കൂടെ ഓൾറെഡി ഒരു തീരുമാനം എടുത്തായിരുന്നു, ഇവർ ഇങ്ങനെ ജോലി ചെയ്യുന്ന നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡും കൊടുക്കില്ലെന്ന്. അങ്ങനെ നൂറ വന്ന് ഫുഡ് ചോദിച്ചപ്പം നൂറയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് തരില്ല, നിങ്ങൾ ജോലി ചെയ്യാതെ. നൂറ ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യത്തില്ല, കാരണം ഇന്നലെ നിങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുഡ് തന്നോ? അതേപോലെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ നിങ്ങൾ എക്സ്ട്രാ ഒരു കറിയും കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇത് ഉണ്ടാക്കും, വേണമെങ്കിൽ കഴിക്കും. അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പറയുവാണ്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സൗകര്യമില്ല എന്ന് തന്നെ പറയാണ്. ലാസ്റ്റിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിന് ശേഷം നൂറ് പറഞ്ഞു, നിൻ്റെയൊക്കെ ഫുഡ് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ തന്നെ നിൻ്റെയൊക്കെ ഫുഡ് എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഈ വാക്കുകളൊക്കെ അനുമോളാ പറഞ്ഞിരുന്നെങ്കിൽ അനുമോളെ എല്ലാം കൂടി എടുത്തിട്ട് തട്ടുകയും ചെയ്യും. നെവിന് ശരിക്കും അനുമോളെ പറഞ്ഞു, പക്ഷേ നൂറ് ആയതുകൊണ്ട് ഒരെണ്ണം പോലും അവിടെ മിണ്ടിയില്ല. സാബുമാൻ്റെ അടുത്തൊക്കെ നമ്മുടെ അക്ബറൊക്കെ പറയുന്നുണ്ട്, സാബുമാനെ ചാടി നിൽക്കുക, എന്നിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പണി ചെയ്യുന്നു. അപ്പോൾ നൂറ് പറഞ്ഞു, ക്യാപ്റ്റനും ചെയ്യില്ല, ക്യാപ്റ്റൻ്റെ മെമ്പേഴ്സും ചെയ്യത്തില്ല, നിൻ്റെയൊക്കെ ഫുഡും വേണ്ട, എനിക്കൊരു തേങ്ങാക്കൊലം വേണ്ടെന്ന് നമ്മുടെ നൂറ് പറയുന്നുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ വെസൽസ് കഴുകാൻ കൊടുത്തിട്ട് അനുവിനെ ഷാനവാസിനെ പട്ടീനെ പോലാണ് അവർ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നെവിൻ്റെ കാര്യം അറിയാമല്ലോ, നെവിന് അനുമോളെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും നെവിൻ പാഴാക്കത്തില്ല. അപ്പം നല്ല വൃത്തിക്ക് അനുമോൾക്കൊക്കെ ഇട്ട് പണി കൊടുക്കുന്നുണ്ട്, അതും അവരവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബറോ ആര്യനൊന്നും ആദ്യമായിട്ടല്ല ജോലി ചെയ്യാതിരിക്കുന്നത്. ഇതിന് മുൻപേയും അവർ പലപ്പോഴും, അതായത് അനീഷേട്ടനെ എടുത്ത് പറയുന്നുണ്ട്, അക്ബറൊക്കെ കഴിഞ്ഞ വീക്കിൽ വളരെ റെയറായിട്ടാണ് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അന്നേരം അക്ബറിന് ആരെങ്കിലും ഫുഡ് ഇതുപോലെ നിഷേധിച്ചിരുന്നു? ആരും നിഷേധിച്ചിട്ടില്ല. അവരൊരു ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് നിഷേധിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ എന്ത് അധികാരമാണ് ക്യാപ്റ്റൻ ഉള്ളത്? ആദ്യം നൂറ് ഫുഡ് നിങ്ങളുടെയൊക്കെ തരാതിരിക്കലൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീയൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. ഷാനവാസിക്കാൻ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ തന്നില്ലെങ്കിൽ ഞങ്ങൾ കയറി ഉണ്ടാക്കും. പിന്നെ ജോലി ചെയ്യാനോ നോടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച് നൂറ പറയണം. അങ്ങനെ അവർ തമ്മിൽ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിൽ പറയുന്നുണ്ട്, 1/2 കിലോ വെജിറ്റബിൾ അരിഞ്ഞാൽ 1/4 കിലോ നമ്മുടെ അക്ബറിൻ്റെ വായിലായിരിക്കും. അത് സത്യമാണ്. അക്ബർ എപ്പോൾ നോക്കിയാലും തിന്നുകൊണ്ടിരിക്കുക. നെവിനാണെങ്കിൽ കട്ട് മുടിക്കുകയാണ്. ഇപ്പം തന്നെ ചപ്പാത്തി 23 എണ്ണം ഉണ്ടാക്കിയതിൽ എക്സ്ട്രാ 4 എണ്ണം ഉണ്ടാക്കി അവർക്ക് രാത്രിത്തേക്കോ എപ്പോഴോ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിൽ അവരുടെ വിശപ്പിനുള്ളത് അവർ കഴിക്കും. തലേദിവസം അവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ഫുഡ് കൊടുക്കാതിരുന്നിട്ട് ആ ഭക്ഷണം ഫുള്ളും രാവിലെ എന്നിട്ട് ബ്രെഡും മാറ്റി വെച്ചു, കുറച്ച് ഭക്ഷണം മാറ്റി വെച്ചു. അതിന് മാത്രമല്ല, രാവിലെ ബ്രെഡും പാലൊക്കെ ഇവർ കഴിക്കുകയാണ്. അപ്പം ഇവർക്ക് അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു വിലയും കാണിക്കാത്ത രീതിയിലാണ് അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നൂറ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇവർ ക്യാപ്റ്റൻസി എടുത്തത് നല്ല പണി ഇവർക്ക് കിട്ടി. എപ്പോഴും കിച്ചൺ ക്യാപ്റ്റൻസി ഇവർ വേറെ ആരടുത്ത് കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു. വേറെ ഫ്ലോറൊക്കെ ആയിരുന്നെങ്കിൽ ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ അവർ ക്യാപ്റ്റൻസി എടുത്തത് തന്നെ അവർക്ക് ഫുഡ് കട്ട് തിന്നാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഷാനവാസിനും അനുമോൾക്കും കൂടെ വെസൽ പണി നല്ല വൃത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാപ്റ്റൻസി എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നൂറ പറയുന്നുണ്ട്. അങ്ങനെ പണി എടുപ്പിക്കുന്ന കാര്യമൊക്കെ നൂറ പറയുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ടും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നെവിനാണ് അവിടെ ഇതിട്ടത്, ഇവിടെ ആർക്കും ഞാൻ ഭക്ഷണം കൊടുക്കില്ല ജോലി ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഷാനവാസിക്ക പറയുന്നുണ്ട്, നീയൊക്കെ ഭക്ഷണം തന്നില്ല, ഞാൻ കയറി ഉണ്ടാക്കും, നീയൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. നെവിൻ അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അനുമോൾ, ഇവരുടെ സ്ഥാനത്ത് അനുമോളായിരുന്നെങ്കിൽ നെവിൻ നല്ല രീതിക്ക് പറഞ്ഞേനെ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എടുത്ത് തിന്നും, നീയൊന്നും അതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യൻ വന്ന് ഇവരുടെ അടുത്ത് കുറേ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ വിചാരം ഇത് നമ്മുടെ അക്ബർ മാത്രമുള്ള പ്ലാനാണ്. പക്ഷേ എനിക്കിതിൻ്റെ അടിസ്ഥാനം നെവിനാണ്. നെവിൻ പറഞ്ഞിട്ടാണ്. പക്ഷേ നെവിൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്ന് മാത്രമല്ല, ആര്യനും അക്ബറും പറയുമ്പം നല്ല രീതിക്ക് നൂറ് തിരിച്ചും പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ഫുഡ് തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞങ്ങളെ തടയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ ഇവർക്ക് സഹി കെട്ടിട്ട് ഇവർ പറയുന്നത്, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ഇപ്പോൾ വേണമെങ്കിൽ കഴിച്ചോ. എന്നോട് പറയുന്നത്, വേണ്ട, നിൻ്റെയൊക്കെ ഫുഡ് എനിക്ക് വേണ്ട, നീയൊക്കെ നിരസ്കരിച്ച ഫുഡ്, അത് നിങ്ങൾ ഫുൾ ഒറ്റയ്ക്ക് കഴിച്ചോ, 3 പേരും കൂടെ ഫുള്ള് കഴിച്ചോ, അല്ലെങ്കിൽ അക്ബറിൻ്റെ അണ്ണാക്കിലോട്ട് കൊടുക്കുക, അവൻ ഒറ്റയ്ക്ക് കഴിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരെ നല്ല അടിച്ചൊതുക്കി. നെവിനാണെങ്കിൽ ഒന്നും മിണ്ടിയിട്ടില്ല.
പിന്നെ അനീഷേട്ടനും ഫുഡ് നിരസ്കരിച്ചു, എനിക്ക് വേണ്ട, ഇവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കും, കാരണം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇവരുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അനീഷേട്ടനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷാനവാസ് കഴിച്ചു, ബിക്കോസ് ഷാനവാസിക്ക് എന്തോ വയ്യ, ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ നൈസായിട്ടൊരു പരിപാടി ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ അനുമോൾ കയറത്തില്ല, ഫുഡ് കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തിരിക്കുകയായിരുന്നു. പക്ഷേ നൈസായിട്ട് വന്ന് അവൾ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അവൾ അധികം ഇതിനകത്ത് ഇടപെടാനൊന്നും നിന്നില്ല. ഷാനവാസിക്കും കഴിച്ചു, മെഡിസിൻ വേണ്ടു. പിന്നെ നമ്മുടെ സാബുമാനും കഴിച്ചു ഫുഡ്. ലൈവിൽ തൽക്കാലം ഇപ്പം നമ്മുടെ അക്ബർ ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഇപ്പം അതിലെ നൂറയും നമ്മുടെ ആര്യനുമായിട്ടാണ് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നത്. നെവിൻ ഒന്നും മിണ്ടാതെ അവിടെ മാറിയിരുന്നുള്ള ഫുഡ് മൊത്തം അഴിച്ച് തിന്നുന്നുണ്ട്. നെവിനാണ് ഇതിൻ്റെ ആണിക്കല്ല്. പക്ഷേ നെവിൻ അനുമോളുടെ അടുത്ത് മാത്രമേ നെവിൻ വാതുറക്കത്തുള്ളൂ, വേറെ ആരുടെ അടുത്ത് നെവിനെ വാതുറക്കാൻ പറ്റത്തില്ല. അപ്പം ഇവരെന്തായാലും ഇത് ഡിസേർവ് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസുകൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് തോന്നിയത്? നൂറെ അതിലെയും നന്നായിട്ട് പ്രതികരിച്ചോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടത്? ക്യാപ്റ്റൻസ് ഒരു ബെറ്റർ ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നോ എന്നുള്ളതൊക്കെ, ഒരു ഫെയർ ക്യാപ്റ്റൻസി ആയിരുന്നോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ്